എത്രയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവേ, നാളെ 1-ാം തീയതി ആയതിനാൽ മാസത്തിലെ സകല പ്രവൃത്തികൾക്കും ചെറിയ കാര്യങ്ങൾക്കു കൂടെയും കീഴ്വഴക്കത്തിന്റെ യോഗ്യതയുണ്ടാകുന്നതിനു വേണ്ടി സ്നേഹപിതാവിന്റെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഈ മാസത്തിൽ അങ്ങയുടെ അസുഖങ്ങൾ കൂടാറുണ്ടെന്ന് കേൾക്കുന്നതിനാൽ അത്യധികം ദുഃഖിക്കുകയും പ്രത്യേകം എൻ്റെ അയോഗ്യ പ്രാർത്ഥനകളിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്തുണ്ടായാലും എല്ലാം ദൈവത്തെക്കുറിച്ച് സഹിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഹൃദയം ദൈവം പിതാവിന് തന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ശരണമുണ്ട്. ഈ ഓർമ്മ എൻ്റെ ഹൃദയത്തെ അത്യധികം സന്തോഷിപ്പിക്കുന്നു. പിതാവേ, എല്ലാ തരത്തിലുമുള്ള ദുഃഖസങ്കടങ്ങൾ സഹിക്കത്തക്ക ഒരു വലിയ ഹൃദയം സ്നേഹപിതാവ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് എനിക്കു വേണ്ടിയും വാങ്ങിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവേ, ഞാൻ അങ്ങയുടെ മകളല്ലേ. ദൈവത്തെക്കുറിച്ച് എനിക്കും വല്ലതും സഹിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനായി അപേക്ഷിക്കുന്നുണ്ട്. പിതാവ് കൂടെ അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്നു. പിതാവേ, കുറച്ചു ദിവസമായി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് ചിലപ്പോൾ ക്ഷീണവും മടിയും തോന്നുന്നു. ധ്യാനസമയത്ത് കൂടെ കൂടെ പല വിചാരവും വിരസതയും വരുന്നുണ്ട്. മൗനവും ഏകാന്തതയും പാലിക്കുന്നതിന് നല്ല ആഗ്രഹമുണ്ട്. അധികാരികൾ എന്ത് കൽപ്പിച്ചാലും എന്തു തന്നെ പറഞ്ഞാലും എല്ലാം ചെയ്യുന്നതിനും സഹിക്കുന്നതിനും നല്ല സന്തോഷവും വീണ്ടും കിട്ടുന്നതിന് വലിയ ആഗ്രഹവുമുണ്ട്. എല്ലാ പുണ്യങ്ങളിലും വെച്ച് ഏറ്റവും വലിയ താൽപ്പര്യം എളിമ, കീഴ്വഴക്കം, ശുദ്ധത എന്നീ 3 പുണ്യങ്ങളിലാണ്. വിശുദ്ധ കുർബാന കൂടെ കൂടെ കൈക്കൊള്ളുവാൻ നല്ല ആഗ്രഹവുമുണ്ട്. ശേഷമൊക്കെയും സ്നേഹപിതാവിനെ അറിയിച്ചിരിക്കുന്ന സ്ഥിതിയിലാകുന്നു. ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികളും കേസിൻ്റെ വിജയത്തിനും ശീശ്മക്കാരുടെ മാനസാന്തരത്തിനും വേണ്ടി കാഴ്ചവെക്കുന്നു. ഒരു ഗുണദോഷ മറുപടി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിൻ്റെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും സമർപ്പിക്കുന്നു. പിതാവിനടുത്ത ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ ദാസിയുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ.